മഴക്കാലത്ത് പാലക്കാടൻ കാഴ്ചകൾക്ക് ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. അതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് വെള്ളച്ചാട്ടങ്ങളാണ്. അങ്ങനെയുള്ള പാലക്കാടിന്റെ ഐക്കോണിക് വാട്ടർഫോൾസ് ആയ മീൻവല്ലം വാട്ടർഫോൾസിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അധികമാരും എത്തിച്ചേരാത്ത അറ്റ്ല വാട്ടർഫോൾസിന്റെ യാത്രാവിശേഷങ്ങൾ കണ്ടു. ഇനി നമ്മൾ അറ്റ്ലയുടെ തന്നെ അടുത്തുള്ള പേരുകേട്ട മീൻവല്ലം വാട്ടർഫോൾസിലേക്കാണ് ഇന്ന് പോകുന്നത്. പാലക്കാട് നിന്നും 32 കിലോമീറ്റർ ആണ് മീൻവല്ലത്തേക്കുള്ള ദൂരം വരുന്നത്. ഇവിടേക്കുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ചു ചോദിക്കാൻ മറക്കരുത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം അവിടെ ടൂറിസ്റ്റുകൾക്കായി വാട്ടർഫോൾ ഓപ്പൺ ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണത്. കാരണം കാട്ടാന ശല്യമോ വെള്ളം കൂടുതലോ ഉള്ളപ്പോൾ പ്രത്യേക അറിയിപ്പില്ലാതെ തന്നെ അവിടം ക്ലോസ്ഡ് ആയിരിക്കും. അക്കാരണത്താൽ പലരും ഇവിടെ വരെ വന്ന് നിരാശരായി മടങ്ങുന്നത് പതിവാണ്. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് മീൻവല്ലം വാട്ടർഫോൾസിന് 1 കിലോമീറ്റർ മുമ്പായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറിലാണ്. 25 രൂപയാണ് പെർ ഹെഡ് ഈടാക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. ഈ ഫ്ലെക്സിൽ കാണുന്ന ഇരുളൻകുന്ന് വാച്ച് ടവർ ഇവിടെ വരുന്നവർ ആരും മിസ് ചെയ്യാത്ത ഒന്നാണ്. നിർഭാഗ്യവശായി ഇന്ന് അവിടുത്തെ കാട്ടാന ശല്യത്തെ തുടർന്ന് ക്ലോസ്ഡ് ആണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി യാത്ര തുടരാം. ഇരുവശവും റബ്ബർ തോട്ടങ്ങളാണ് ചുറ്റും കാണാനാകുന്നത്. പോകുന്ന വഴികളിൽ കുറച്ചു ദൂരം കഴിയുമ്പോൾ ടാറിട്ട റോഡ് ചിലയിടത്ത് മോശമാണെങ്കിലും ഏതു തരം വാഹനങ്ങളിലും ഇവിടേക്ക് എത്താവുന്നതാണ്. അങ്ങനെ നമ്മൾ മീൻവല്ലം വാട്ടർഫോൾസിന്റെ എൻട്രൻസിലേക്ക് എത്തി. മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്കായി ഹോം സ്റ്റേകളും ഇവിടെ അവൈലബിൾ ആണ്. അതിലൊരു ഹോം സ്റ്റേ ആണിത്. ഈ എൻട്രൻസിന് മുമ്പിലായി തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയകളും സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അതിലേക്ക് കയറാൻ വേണ്ടി സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണമെന്ന് മാത്രം. അപ്പോൾ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്ത് ഇനി നമുക്ക് ടിക്കറ്റ് കാണിച്ച് അകത്തേക്ക് നടക്കാം. ഇതിനു മുമ്പിലായി തന്നെ നല്ല തെളിഞ്ഞ വെള്ളം റോഡിലേക്കായി തട്ടുതട്ടായി ഒഴുകി പോകുന്നത് കാണാം. എൻട്രൻസിൽ നിന്ന് ഒരു 300 മീറ്റർ നമ്മൾ കാട്ടിലൂടെ നടന്നിട്ടാണ് വാട്ടർഫോൾസിലേക്ക് എത്തുന്നത്. പോകുന്ന വഴികളിലെല്ലാം തന്നെ ചെറിയ ചെറിയ അരുവികളുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ പോലെ ഷൂ ഇട്ട് വരുന്നവരാണെങ്കിൽ ഷൂ ഊരി കൈ പിടിച്ച് ക്രോസ് ചെയ്യേണ്ടി വരും. വെള്ളം കൂടുതലുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനായി മുള കൊണ്ടുള്ള പാലവും ഇതിനോട് ചേർന്ന് തന്നെ കാണാം. രണ്ടും ഒരുമിച്ച് കാണുമ്പോൾ ഏത് വഴിയെ പോകുമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ആവും. എന്തായാലും ആദ്യം ഈ വഴിയെ പോവാം. തിരിച്ചു പോരുന്ന വഴി നമുക്ക് അതിലും കയറാമല്ലോ. നമ്മൾ ഈ നടന്നു പോകുന്ന 300 മീറ്ററിലെല്ലാം തന്നെ പലയിടത്തും ആഴമില്ലാത്ത അരുവികൾ കാണാം. അധികം ആഴമില്ലാത്തതുകൊണ്ട് സേഫായി കുളിക്കാനും രസിക്കാനും പറ്റിയ ഇടങ്ങളാണിത്. എന്നിരുന്നാലും അവരവരുടെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇതിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന ഏരിയകളെല്ലാം പ്ലാസ്റ്റിക് ഫ്രീ സോണുകളാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയാതെ ഈ കാടിനെ ഇതുപോലെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി പാലിക്കാം. അങ്ങനെ നമ്മൾ നടന്ന് കേരളത്തിലെ തന്നെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം പവർ സ്റ്റേഷന് മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 3 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പവർ സ്റ്റേഷൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി കൂടിയാണ്. ഈ മതിലിനപ്പുറത്താണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടം. ഇനി നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകേണ്ടത്. ഇവിടുന്ന് കുറച്ചുകൂടി നടന്നാൽ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്താം. ഈ കാണുന്നതാണ് മീൻവല്ലം വാട്ടർഫോൾ. ഏതു പ്രായക്കാർക്കും സേഫായും കംഫർട്ടബിളായും എത്താൻ പറ്റുന്ന ഈ വാട്ടർഫോളിലേക്ക് ഇനിയും വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഭാരതപ്പുഴയുടെ പോഷക നദിയായ തൂതപ്പുഴയുടെ കൈവരിപ്പുഴകളിൽ ഒന്നാണ്
തുപ്പനാട് നദി. അതിലേക്കെത്തുന്ന 4 വെള്ളച്ചാട്ടങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ കാണുന്ന മീൻവല്ലം വെള്ളച്ചാട്ടം. പശ്ചിമഘട്ട ഭാഗമായ കരിമല എന്നറിയപ്പെടുന്ന മലയുടെ ഒരു ഭാഗമാണ് ഈ സ്ഥലം. ഈ പ്രകൃതി വിസ്മയം കാണാനെത്തുന്ന പ്രകൃതി സ്നേഹികളിൽ ഭൂരിഭാഗവും തമിഴ്നാട് സ്വദേശികളാണ്. പാലക്കാട് വഴി എളുപ്പമാണ് ഇങ്ങോട്ടേക്ക് എത്താൻ. അതാണ് അതിൻ്റെ ഒരു കാരണം. 5 തട്ടുകളായി ഒഴുകുന്നതാണ് ഈ വെള്ളച്ചാട്ടം. പക്ഷേ എല്ലാ സന്ദർശകർക്കും കാണാനാവില്ല. കാരണം ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ വേലി കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ മറുവശങ്ങൾ ഒന്നും കാണാനാവില്ല. കാണുന്നത് പോലെയല്ല, ഒരുപാട് ആഴമുള്ള ഏരിയയാണിത്. ഒരുപാട് അപകട മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ പെൻഡിങ് ആക്കി ബാക്കി വെച്ച മരപ്പാലത്തിലൂടെ വേണം പോവാൻ. ഈ വഴിയെ പോയിട്ടാണ് നമ്മൾ മരത്തടി പാലത്തിലേക്ക് കയറുന്നത്. 3 കവുങ്ങും തടി കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു പാലമാണിത്. കണ്ടിട്ട് എനിക്കൊരു ഇച്ചിരി പേടിയായി നടന്നു തുടങ്ങാൻ. എന്നാൽ ധൈര്യം സംഭരിച്ച് അങ്ങ് കയറി. പിന്നെ അങ്ങ് ഇൻട്രസ്റ്റ് ആയി മുന്നോട്ട് നടക്കാൻ. പതഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ മുകളിൽ ഫോട്ടോയ്ക്കും വീഡിയോസിനും എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഇടമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ തിരിച്ചു നടന്ന് എൻട്രൻസിലേക്ക് എത്തി. ഈ യാത്രാവിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.